കോരിച്ചൊരിയുന്ന മൺസൂണും കാലാവസ്ഥയും എല്ലാം വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് മഞ്ഞും മഴയും ഒക്കെ തേടി പിടിച്ച് മലക്കപ്പാറയും വാൾപ്പാറയും മൂന്നാറും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ മാറി ഇമാതിരി ഒരു ക്ലൈമറ്റുള്ള സ്പോട്ടാണ് നമ്മുടെ വാഗമൺ. അപ്പോൾ ഈ മഴ സമയത്ത് നല്ല കുഞ്ഞരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ കാരിക്കാട് വ്യൂ പോയിൻ്റ് ആണ്. വാഗമൺ എത്തുന്നതിന് തൊട്ട് മുന്നിലാണ് ഇമാതിരി ഒരു സ്പോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് നിർത്തി ഫോട്ടോ എടുക്കാനും കാര്യങ്ങളുമായിട്ട് നിർത്താറുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും വണ്ടികളൊന്ന് കിടപ്പുണ്ട്. അപ്പോൾ മഞ്ഞിങ്ങനെ മാറിയും വന്നും പോയി നിൽക്കുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ താഴോട്ടൊക്കെ മഞ്ഞ് നിറഞ്ഞിട്ട് നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഈ പോകുന്ന സ്പോട്ടിലെല്ലാം ഉണ്ട് കണ്ടോ. വീണ്ടും മഞ്ഞായി. അങ്ങനെ മഞ്ഞ് മാറിയും തിരിഞ്ഞും വരികയാണ്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ മഞ്ഞ് മാറുവാണെങ്കിൽ നമുക്ക് നല്ലോണം കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ദിവസം പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ വാഗമണ്ണാണ്. അപ്പോൾ ഈ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ മഴ സമയത്ത് തന്നെ പോകുന്നത് വളരെ നല്ലതാണ്. നല്ല തണുത്ത കാറ്റും. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് വാഗമൺ, ഈ പ്രത്യേകിച്ച് ഈ മഴ സമയത്ത്. പക്ഷേ അതുപോലെ തന്നെ അപകടവും ഇവിടെ പതിയിരിക്കുന്നുണ്ട്. കാരണം മഞ്ഞ് കാരണം വലിയ വണ്ടികളൊക്കെ ഇറങ്ങി വരുമ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ മണ്ണിടിച്ചിലും ഒരു പ്രശ്നമാണ്. എന്നിരുന്നാലും ഇമാതിരി ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ ഫാമിലിയായിട്ട് എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് കാരിക്കാട് വ്യൂ പോയിൻ്റ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയാണ് വരുത്തനും ലേലവും ഓർഡിനറി പോലുള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞാകുമ്പോൾ നമുക്ക് ഈ വ്യൂസ് ഒന്നും കാണാൻ കഴിയില്ല കേട്ടോ. മൊത്തം മഞ്ഞ് നിറഞ്ഞിരിക്കുക. എന്നാലും നമുക്ക് നല്ലൊരു ക്ലൈമറ്റാണ്. അഡ്വഞ്ചർ പാർക്കെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഈ മഴ സമയത്ത് അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണുക. പിന്നെ മൊട്ടക്കുന്നിലൊക്കെ ആയാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ മഞ്ഞ് ഉണ്ടെങ്കിൽ മൊട്ടക്കുന്നിന് അതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ. ചൂട് സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ടി എസ്റ്റേറ്റ് റോഡായാലും ഭയങ്കര വൈബാണ്. പോകുമ്പോൾ എല്ലാവരും ഫുഡ് കൂടി പാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും വളരെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ കഴിയും. കാരണം ഇവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളിന്ന് ചോറും കേരക്കറിയും പുളിശ്ശേരിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ക്യാമ്പിങ് പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു വൈബായിട്ട് നമുക്ക് എല്ലാവർക്കും അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ എടുത്ത് രാവിലെ നിങ്ങളൊരു 8 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു അടിപൊളി 1 ഡേ ടൂറായിട്ട് വാഗമൺ പോയിട്ട് നമുക്ക് തിരിച്ച് വരാൻ കഴിയുന്നൊരു സ്പോട്ട് തന്നെയാണ് വാഗമൺ. അപ്പോൾ ചെറിയൊരു മഴയും മഞ്ഞും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് കളറായിരുന്നു. ടി എസ്റ്റേറ്റിലോട്ടാണ് പോയത്. നമ്മുടെ ചാർലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. ചാർലി മാത്രമല്ല ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്പോട്ടാണ്. പക്ഷേ അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല. ഒരുവിധപ്പെട്ട ബോട്ടിങ്ങും കാര്യങ്ങളും ആക്ടിവിറ്റീസും എല്ലാം നമുക്ക് നല്ല മഞ്ഞാകുമ്പോൾ അവർ നിർത്തി വയ്ക്കും. പക്ഷേ മഞ്ഞിങ്ങനെ മാറുമ്പോൾ നമുക്കത് കാണാനും കഴിയും ആ വ്യൂ ഒക്കെ. അപ്പോൾ എല്ലാവരും തിരിച്ചു പോവുകയാണ്. 10 രൂപയാണ് ഇവിടുത്തെ ചാർജ്. അപ്പോൾ കണ്ടോ മഞ്ഞ് മാറിയപ്പോൾ നമുക്ക് ആ വീടും ആ ഒരു ഇതൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഐറ്റം ഈ 50 രൂപ 100 രൂപയുടെ കോട്ടാണ് കേട്ടോ. ഈ 50 രൂപയുടെ കോട്ടൊക്കെ മേടിച്ച് അപ്പം തന്നെ കീറിപ്പോയി. 100 രൂപയുടെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് കോട്ട് ഇവിടെ 120 രൂപയാണ്. അപ്പോൾ വരുമ്പോൾ 2 കോട്ടൊക്കെ കരുതിയിരുന്ന ഇങ്ങനെ മഴയത്ത് നന്നായിട്ട് നമുക്ക് മഴയും മഞ്ഞും വരണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. ഇടയ്ക്ക് മഴ ഇങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ആ മഴയും ആ മഞ്ഞും തന്നെയാണ് നമ്മുടെ ഈ മൊട്ടക്കുന്നിൻ്റെ ഭംഗി അതിമനോഹരമായിട്ട് കൂട്ടി കാണിക്കുന്നത്. കാരണം ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. കാരണം മുന്നേയും മൊട്ടക്കുന്നിൽ നമ്മുടെ ഈ സമ്മർ ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു വൈബാണ്. കാരണം ആ തണുത്ത കാറ്റും അത്യാവശ്യം നല്ലൊരു വൈബാണ് വാഗമണ്ണിൽ ഈ സമയത്ത് പോകാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആലപ്പുഴക്കാർക്ക് വെറും 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി എൻജോയ് ചെയ്യുക. ഒരുപാട് ആളുകൾ നമുക്കവിടെ ഉണ്ടായിരുന്നു. 20 രൂപയാണ് മൊട്ടക്കുന്നിലേക്കുള്ള ടിക്കറ്റ്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ മഴയൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ അതൊന്നും വകവയ്ക്കാതെ ഒരുപാട് പേരുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പൈൻ ഫോറസ്റ്റിലായാലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈൻ ഫോറസ്റ്റിൽ പിന്നെ മഴ പെയ്തപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴ പെയ്തപ്പോൾ അതിൻ്റേതായ ഒരു പ്രോബ്ലം നമുക്കത് എഫക്റ്റ് ചെയ്തു. കാരണം സ്ലിപ്പാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിലും ഏകദേശം ഒരു 5:30 കൂടിയാണ് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ എത്തിയത്. ഏകദേശം ക്ലോസിങ് ടൈമായിരുന്നു. അത്യാവശ്യം ആളുകളുണ്ട്. ഒരുപാട് പേര് ഫോട്ടോ സെക്ഷനായിട്ട് പല ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള ആളുകളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മടിച്ചു നിൽക്കാതെ എല്ലാവരും ഈ മഴ സമയത്ത് വാഗമണ്ണിലേക്ക് പോവുക. ആലപ്പുഴയിൽ നിന്ന് വെറും 2.5 മണിക്കൂറാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാവുന്നതാണ്.